Hey there guys, welcome back to Technologics. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന പാറ്റേൺ എന്ന് വെച്ചാൽ ബുള്ളിഷ് പാറ്റേൺ ആണ്. അത് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെഗുലർ മാർക്കറ്റ് അപ്സൈഡിലോട്ട് പോകുന്ന കണ്ടീഷൻ കാണുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ സ്ട്രാറ്റജി. അതിന് വലിയൊരു റോക്കറ്റ് സയൻസ് ഒന്നും വേണ്ട, സിമ്പിളായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞുതരാവേ. അത് നമുക്ക് ഈ ക്യാൻവാസ് ഒന്ന് ക്ലിയർ ചെയ്യാം. ശരി, എന്താണ് 3 സോൾജർ പാറ്റേൺ ആദ്യം പഠിക്കാം. 3 കൺസിക്യൂട്ടീവ് പാറ്റേൺസ്, അതായത് 3 കൺസിക്യൂട്ടീവ് ക്യാൻഡിൽസ് ഒരേപോലെ അപ്സൈഡിലോട്ട് പോവുകയാണെങ്കിൽ, അതായത് 1 2 3 എന്ന് പറഞ്ഞിട്ട് 1 അല്ല, ഇത് നമ്മുടെ ഈ ഒരു 3 ക്യാൻഡിൽ എടുക്കുക. ഈ ഇപ്പം മാർക്ക് ചെയ്തിരിക്കുന്ന 1 2 3 3 ക്യാൻഡിൽ, ഈ ഒരു ബോക്സിനകത്തിരിക്കുന്ന ക്യാൻഡിൽ എപ്പോഴാണോ ബ്രേക്ക് ആവുക അപ്പോൾ നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റും. എൻ്റർ ചെയ്തിട്ട് എവിടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ എൻ്റർ ചെയ്യുന്ന ക്യാൻഡലിൻ്റെ ലോയിലായിരിക്കണം നമ്മുടെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യേണ്ടത്. ടാർഗറ്റ് 1:2 എന്ന റിസ്ക് റിവാർഡ് റേഷ്യോയിൽ നമുക്ക് ടാർഗറ്റും പ്ലേസ് ചെയ്യണം. 1:2 3 മാക്സിമം 2 3 മതിയാവും. അപ്പോൾ 1:2 3 നമുക്ക് പ്ലേസ് ചെയ്യാം. കണ്ടോ, 2 എക്സാക്ട്ലി 2 അടിച്ചാൽ കണ്ടോ, അത് മതി. കൂടുതൽ കൊടുക്കരുത്. ഇത് 1:2 എന്നല്ല, കൂടുതലുണ്ട് കണ്ടോ. നമുക്ക് 1:3 അടുപ്പിച്ച് കിട്ടുന്നുണ്ട്. നമുക്ക് 1:2 മതി. നമുക്ക് അത്രയും കറക്റ്റായിട്ട് വച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും സ്ട്രാറ്റജി നമുക്ക് വർക്കൗട്ട് ആവും. ഇത് ഒരു സെക്ഷൻ. അടുത്ത പാറ്റേൺ പറഞ്ഞുതരാം. ഇത് കണ്ടോ, അടുത്ത പാറ്റേൺ ഫോർമേഷൻ നമുക്ക് 1 2 3 നമുക്ക് ഇവിടെ ഒരു ഫോർമേഷൻ നടന്നു. ഫോർമേഷൻ്റെ ഫസ്റ്റ് റൂൾ അനുസരിച്ച് ഓപ്പണിങ്ങിൽ നമുക്ക് ആ സെക്കൻഡ് ഈ പാറ്റേണിൻ്റെ ഏറ്റവും ടോപ്പിൽ വെച്ച് നമ്മൾ എൻ്റർ ആവുന്നു. ഫസ്റ്റ് ക്യാൻഡിൻ്റെ ലോയിൽ നമ്മൾ സ്റ്റോപ്പ് ലോസും പ്ലേസ് ചെയ്യുന്നു. കണ്ടോ, പ്രോപ്പറായിട്ട് അത് വർക്കൗട്ട് ആവുന്നുണ്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും, ഉറപ്പായിട്ടും വർക്കൗട്ട് ആവും. ആ ഒരു സ്ട്രാറ്റജിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് സിമ്പിളായിട്ട് പ്രാക്ടീസ് ചെയ്യുക. 1:2 മതി നമുക്ക്. കണ്ടോ, 3 2 യെസ്, ഇത്ര തന്നെ. കണ്ടോ, സിമ്പിളായിട്ട് നമുക്ക് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ബുള്ളിഷ് പാറ്റേൺ ആണിത്. ഇതിപ്പം ഇന്നലത്തെ നിഫ്റ്റിയുടെ പാറ്റേൺ ആണ്. എന്താണ് ഇതിന് നടക്കുന്ന കാര്യമെന്ന് നമുക്ക് അറിയണമെങ്കിൽ സിമ്പിളായിട്ട് അത് വരച്ച് പറഞ്ഞു തരാൻ പറ്റും. അതായത് നമുക്കൊരു ഫസ്റ്റത്തെ ക്യാൻഡിൽ അവിടെ ഫോമായി. ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് ബുള്ളിഷ് പാറ്റേൺസിൽ ഏറ്റവും കൂടുതൽ ഫോർമേഷൻ നടക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഇൻസൈഡ് പാറ്റേൺ ഫോർമേഷൻ കൂടെ കിട്ടിയാൽ, അതായത് ഫസ്റ്റ് ക്യാൻഡിൽ ഇപ്പോൾ ഇങ്ങനെ ഫോമായെന്ന് വിചാരിക്കുക. അതായത് ഫസ്റ്റ് ക്യാൻഡിൽ ഇപ്പോൾ ഈ ഫസ്റ്റ് സിമ്പിൾ ക്യാൻഡിൽ ഫസ്റ്റ് വിക്ക്, താഴത്തെ വിക്ക്, ഈ ഒരു ഫോർമേഷൻ കഴിഞ്ഞു. അടുത്ത പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു ഫോർമേഷൻ നടന്നേ. ഒരു ചെറിയൊരു മദർ ക്യാൻഡിൽ ഫോർമേഷൻ പോലെ അകത്ത് 1 2 പാറ്റേൺസൊക്കെ നടക്കുകയാണ്. വീണ്ടും അതിനകത്തൊരു മദർ ക്യാൻഡിൽ നടക്കുന്നു. ശരി, ഈ ഒരു പാറ്റേൺ വരികയാണെങ്കിൽ പ്രോബബിലിറ്റി ഹെവിയാണ്. നമുക്ക് 1:2 3 4 5 ഒക്കെ ഈസി ആയിട്ട് വയ്ക്കാൻ പറ്റും. അതായത് മദർ ക്യാൻഡിലിനകത്ത് തന്നെ ഈ ഒരു ഇൻസൈഡ് പാറ്റേൺ നടന്നു കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ഹെവിയാണ്. ഫസ്റ്റ് ക്യാൻഡിൽ റെഡ് ആകാം, ഗ്രീൻ ആകാം, ഡസൻ മാറ്റർ. സെക്കൻഡ് ക്യാൻഡിൽ മസ്റ്റായിട്ട് അത് ഗ്രീൻ ആയിരിക്കണം. തേർഡ് ക്യാൻഡിൽ ഗ്രീൻ ആയിരിക്കണം. അപ്പോൾ ഈ 3 ക്യാൻഡിലും ഗ്രീൻ ആയിരിക്കണം. അതിനുശേഷം വരുന്ന ബ്രേക്കൗട്ട് മീൻസ് എന്താണ് ബ്രേക്കൗട്ട്? ഇതാണ് ബ്രേക്കൗട്ട്. ഇവിടെ ബ്രേക്കൗട്ട് നടക്കണം. ബ്രേക്കൗട്ട് നടന്നാൽ ഡെഫിനറ്റായിട്ട് അതിനൊരു അപ്സൈഡ് മൊമെൻറ്റം ഡെഫിനറ്റായിട്ട് നമുക്ക് കിട്ടും. ഇവിടെ ഒരു ബ്രേക്കൗട്ട് നടന്ന് നമ്മളിവിടെ എൻ്ററായി. സെക്കൻഡ് ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിൽ, ഫോർത്ത് ക്യാൻഡിൽ, മേ ബി നമുക്ക് നല്ലൊരു പ്രോഫിറ്റബിലിറ്റി കിട്ടാൻ ചാൻസ് ഉള്ള ഒരു പാറ്റേൺ ആണ് ഇത്. പക്ഷേ ഇതെല്ലാം ഗ്രീൻ ആയിരിക്കണം. ഇവിടെ ബ്രേക്കൗട്ട് ആവണതെല്ലാം ഗ്രീൻ ക്യാൻഡിലായിരിക്കും മിക്കവാറും. ഇതിന് ശേഷം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് മൂന്നും നമുക്ക് കണ്ടീഷണലി നമുക്ക് നമ്മുടെ റഡാറിൽ കൊണ്ടുവരാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ഇനി ഞാനൊരു ഇത് ഇൻഡെക്സിൽ മാത്രമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ആവുന്നത് ഇങ്ങനെ സ്റ്റോക്ക് എടുക്കാം. ശരി, കൊഡാക്ക് 5 മിനിറ്റ്. ഓക്കെ, 5 മിനിറ്റിൽ കൊഡാക്ക് 5 മിനിറ്റിൽ യെസ്, എന്താ നടക്കുന്നു? ഫസ്റ്റ് ക്യാൻഡിൽ ഉണ്ടോ, വലിയ ബുള്ളിഷായിട്ട് എൻഗൾഫ് ചെയ്ത ക്യാൻഡിലുണ്ടോ. തൊട്ടടുത്ത് നിന്ന് ഈ റെഡ് ക്യാൻഡിലിനെ മൊത്തത്തിൽ അത് എൻഗൾഫായി. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ക്യാൻഡിലിൻ്റെ അപ്പർ സൈഡ് ബ്രേക്കൗട്ട് ആവുന്ന ഉടനെ എൻട്രി. ഫസ്റ്റ് എൻട്രി, സ്റ്റോപ്പ് ലോസ് താഴെ പ്ലേസ് ചെയ്യുക. എന്നിട്ട് 1:2 3 പ്ലേസ് ചെയ്യുക. നമ്മുടെ എൻട്രി ഇവിടെ ആയിരുന്നു.
1:2 3 പ്ലേസ് ചെയ്യുക. സിമ്പിളായിട്ട് കണ്ടാ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ടാർഗറ്റ്. 1:2 അല്ലെങ്കിൽ 1:2.5. 3 ഒന്നും പോകുമെന്ന് ഞാൻ പറയുന്നില്ല. അത് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് കുറച്ച് പാടായിരിക്കും 3 ഒക്കെ. ഇനിഷ്യൽ സ്റ്റേജിൽ നിങ്ങളിത് ഏറ്റവും കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വർക്കൗട്ട് ആവും ഡെഫിനറ്റായിട്ട്. ഏതെങ്കിലും സ്റ്റോക്ക് നോക്കാം. സ്റ്റോക്ക് വിപ്രോ ഇതാ 1 2 3 അതിൻ്റെ മുകളിൽ നമ്മൾ എൻ്റർ ആവുന്നു. ഈ ക്യാൻഡിലിൻ്റെ വിക്കിന് മുകളിൽ തന്നെ എൻ്റർ ആവണം. എവിടാണോ അത് ആ ക്യാൻഡിലിൻ്റെ ലോയിൽ തന്നെ വിക്കിന് താഴെ തന്നെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യണം. അതിനുശേഷം നമ്മൾ എൻ്റർ ആവുന്നു. ഫസ്റ്റ് എൻ്ററായി 1:2 ഇതാ കണ്ടോ. ഇതിനപ്പുറം ഞാൻ ഒത്തിരി എക്സ്പെക്റ്റ് ചെയ്യണ്ട. നമുക്ക് മാർക്കറ്റിൽ നമുക്ക് കണ്ണിന് മുന്നിൽ കാണുന്ന പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ടുള്ള മനസ്ഥിതിയൂടെ നമുക്ക് കൊണ്ടുവരണം. എങ്കിൽ ഡെഫിനറ്റായിട്ട് നമുക്ക് ഷെയർ മാർക്കറ്റ് എന്ന ഗെയിമിൽ നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് സീ യു നെക്സ്റ്റ് വീഡിയോ ഗൈസ്. ബൈ.